ഹായ് ഫ്രണ്ട്സ്, ഞാൻ മളന്ന ഷാനവാസ്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാനൊരു പാവയ്ക്ക കൃഷിയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. എനിക്ക് ധാരാളം പാവയ്ക്ക ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും. അതായത് ഞാൻ നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡിൻ്റെ ഒരു തൈയിൽ നിന്നും എനിക്ക് ലഭിച്ച പാവയ്ക്കയിൽ നിന്നും അതിൻ്റെ വിത്തെടുത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നട്ടു. അതിൽ നിന്ന് ലഭിച്ച പാവയ്ക്കാണിത്. നല്ല ഗ്രോത്തായ പാവയ്ക്കാണ് ലഭിച്ച, ഒരു കേടും കൂടാതെ നല്ല ഗ്രോത്തായ പാവയ്ക്ക എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കവറിട്ട് നിർത്തിയിരിക്കുന്നത് വെച്ചാൽ കായ്ച്ചയുടെ ശല്യം കൊണ്ടാണ്. മഴയായതുകൊണ്ട് കായ്ച്ചയെ തുരത്താനുള്ള പൊടിക്കൈകളൊക്കെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. മഴയായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അതിന് പകരമാണ് ഞാൻ കവറിട്ട് കൊടുത്തിരിക്കുന്നത്. കവറിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് കാ വന്നു അതിൻ്റെ പരാഗണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് കവറിട്ട് കൊടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാ പഴുത്തു പോകും. ഇതുപോലെ നല്ല വലുപ്പമേറിയൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ കൃത്രിമമായ ഒരു വളവും ചേർക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ ഇപ്പം ചേർക്കുന്ന വളമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പിന്നെ ഞാൻ ചുവട്ടിലൊഴിക്കുന്ന വളവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിലുമൊക്കെ ഞാനൊരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചിലവൊന്നുമില്ലാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇതിലേക്ക് ഞാൻ പ്രയോഗിക്കുന്നത്. പാവയ്ക്കയിലും മറ്റുമൊക്കെ നിൽക്കുന്ന പച്ചക്കറികളിലുമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ആ മരുന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടാൽ നല്ല വലുപ്പമേറിയ പാവയ്ക്കാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ പാവയ്ക്ക അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഒരു 2-3 പാവയ്ക്ക അതിൽ നിന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ ബാക്കി നമുക്ക് ആവശ്യത്തിനനുസരണം നമുക്കതിൽ നിന്നും പൊട്ടിച്ചെടുക്കാം.